നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഗോതമ്പ് പുട്ടിൻ്റെ റെസിപ്പി ആയിട്ട് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഹെൽത്തി ആയിട്ട് മാത്രമല്ല വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഗോതമ്പ് പുട്ട് വന്നത്. അപ്പോൾ സാധാരണ നമ്മൾ പുട്ട് കഴിക്കാൻ നമുക്ക് കറി വേണം, പക്ഷേങ്കിൽ ഈ ഒരു പുട്ട് കഴിക്കാൻ നമുക്ക് കറീൻ്റെ ആവശ്യം പോലുമില്ല. അത്രയും ഹെൽത്തി ആയിട്ടും ടേസ്റ്റി ആയിട്ടുമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ സാധാരണ മിക്ക ആൾക്കാരും ഗോതമ്പ് പുട്ടും അരിപ്പുട്ടും ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ഹാർഡായി പോകുന്നെന്ന് പറയാറുണ്ട്. നമ്മൾ അത് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ആ ഒരു ചൂടൊന്ന് ആറിക്കഴിയുമ്പോഴേക്ക് ഭയങ്കര ഹാർഡായി പോകാറുണ്ട് അല്ലേ. പക്ഷേങ്കിൽ നമ്മൾ ഈ ഒരു ഗോതമ്പ് പുട്ട് ഉണ്ടാക്കാൻ ഒരുപാട് സമയമൊന്നും വേണ്ട, ഒരുപാട് അങ്ങ് കുഴച്ച് കഷ്ടപ്പെടാണ്ട് തന്നെ വളരെ സോഫ്റ്റായിട്ട് ഈ ഒരു ഗോതമ്പ് പുട്ട് ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ ഗോതമ്പ് പുട്ട് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ വെള്ളം ഒഴിച്ച് കുഴച്ച് നനച്ച് ഒരുപാട് ടൈം എടുത്തിട്ടാണ് നമ്മൾ ആ ഒരു മാവ് തന്നെ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ ഒരുപാട് അങ്ങ് കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല ഹെൽത്തി ആയിട്ട് കുട്ടികൾ പോലും ചോദിച്ച് വാങ്ങുന്ന തരത്തിലാണ് ഈ ഒരു പുട്ട് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമ്മൾ ഇതിനായിട്ട് എടുക്കുന്നത് പ്യുവർ ആയിട്ടുള്ള ഗോതമ്പ് പൊടിയാണ്. അപ്പോൾ നമ്മൾ മൈദയൊന്നും ചേർക്കാത്ത പ്യുവർ ആയിട്ടുള്ള പൊടി വേണം ഇതിനെടുക്കാൻ വേണ്ടിയിട്ട്. 1.25 കപ്പ് ഗോതമ്പ് പൊടി നമ്മളിതിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളിത് ഹെൽത്തി ആയിട്ടാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു, അതുകൊണ്ട് തന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ക്യാരറ്റാണ്. ഒരു 2 മീഡിയം സൈസിലുള്ള ക്യാരറ്റ് തൊലി കളഞ്ഞിട്ട് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ക്യാരറ്റിന് പകരം നിങ്ങൾക്ക് ബീട്രൂട്ട് വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ നല്ലൊരു ഒരു പിങ്ക് കളർ കിട്ടും. അപ്പോൾ ഇതാ ക്യാരറ്റും കൂടിയും ചേർത്തിട്ട് നമ്മളിതൊന്ന് കൈവച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതുവരെ ഇതിൽ വെള്ളമൊന്നും ചേർത്തില്ല. അതുപോലെ ഗോതമ്പ് പൊടി നമുക്ക് വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഗോതമ്പ് പൊടി ഒന്ന് ചെറിയ തീയിലിട്ടിട്ട് ഒരു നല്ലൊരു മണം വരുന്നവരെ വറുത്തെടുത്ത് കഴിഞ്ഞാൽ പുട്ടിന് നല്ല സോഫ്റ്റ് ആയിരിക്കും, അതുപോലെ നല്ല സ്വാദും ഉണ്ടായിരിക്കും. പക്ഷേ ഇത് വളരെ പെട്ടെന്ന് തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു പുട്ടാണ്, അതുകൊണ്ട് നമ്മളത് വറുത്തെടുക്കുന്നില്ല. അപ്പോൾ ഇതാ ക്യാരറ്റും കൂടിയും ചേർത്തിട്ട് നമ്മളിത് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയം തന്നെ നമുക്ക് മനസ്സിലാകും ഇതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ലാന്ന്. അപ്പോൾ അത് നന്നായി യോജിപ്പിച്ചതിന് ശേഷം മാത്രം നമുക്ക് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരുപാടങ്ങ് വെള്ളം ചേർക്കരുത്, കുറേശ്ശെ നോക്കിയിട്ട് വേണം ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളങ്ങനെ ഒരുപാട് സമയമൊന്നും കുഴക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരിത്തിരി വെള്ളം ചേർത്തിട്ട് ആ ഒരു പൊടീൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതിയാകും. അപ്പോൾ നമുക്ക് സാധാരണ പുട്ടിനെ കുഴക്കുമ്പോൾ അറിയാലോ അതിനത്രത്തോളം വെള്ളം വേണമെന്നുള്ളത്. അപ്പോൾ അതുപോലെ നമ്മളൊന്ന് ഈ ഒരു മാവൊന്ന് പിടിച്ച് നോക്കുമ്പോൾ ഒന്ന് ഉണ്ടയായിട്ട് കിട്ടണം. അത് ആ ഒരു പരുവത്തിലാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അതുപോലെ ഒന്ന് പൊടിഞ്ഞു പോകുകയും വേണം. അപ്പോൾ ഈ ഒരു തരത്തിലാണ് നമുക്ക് മാവിൻ്റെ ആ ഒരു കറക്റ്റ് ടെക്സ്ചറായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇനി നമ്മളിത് ചെയ്യുന്നതിനാൽ ഇതിൻ്റെ ആ ഒരു മാവൊക്കെ ഇതിലേക്കൊന്ന് മാറ്റി കൊടുക്കുക ചെയ്യുന്നത്. മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് പൾസ് ചെയ്തെടുക്കുന്നുണ്ട്. 1-2 പ്രാവശ്യം ഒന്ന് അടിച്ചെടുത്താൽ മാത്രം മതിയാകും, അരച്ചെടുക്കരുത്, എല്ലാം കൂടിയും കട്ട കെട്ടി പോകും. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ പുട്ട് നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും, അതുപോലെ തന്നെ പുട്ട് എല്ലാം ഒരുപോലെ ഒരു ഇതായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മൾ 2 ബാച്ചായിട്ട് എല്ലാം ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഉടഞ്ഞ് കിട്ടുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൾസ് ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ ഇതിലൊരു 1/4 കപ്പ് ചെറിയ തേങ്ങയും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ ക്യാരറ്റും തേങ്ങയും ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ എന്ന് പറയുമ്പോൾ നമുക്ക് കറീൻ്റെ ആവശ്യം പോലുമില്ല. നമുക്ക് ഒരുപാട് തേങ്ങ ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ പുട്ടിന് കറീൻ്റെ ആവശ്യമൊന്നുമില്ല. അതുപോലെ ക്യാരറ്റൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇതിങ്ങനെ ഗ്രേറ്റ് ചെയ്ത് ഇതിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരും അങ്ങ് കഴിച്ചോളും. അപ്പോൾ ആ ഒരു ചെറിയൊരു മധുരമൊക്കെ ഉണ്ടാവുകയും ചെയ്യും ക്യാരറ്റിൻ്റെ. അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇനി വേറെ നമുക്ക് പണിയൊന്നുമില്ല. സാധാരണ പുട്ടുണ്ടാക്കുന്നത് പോലെ പുട്ടുകുറ്റിയിൽ തേങ്ങ നിറച്ചിട്ട് 1-2 ലെയറാക്കിയിട്ട് നമുക്കിതിൽ പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ പുട്ട് ഉണ്ടാക്കുന്നതൊന്നും കാണിക്കുന്നില്ല, എല്ലാവർക്കും അറിയുന്നില്ല. അതുകൊണ്ട് നമ്മൾ ആവിക്ക് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് വേവിച്ചാൽ തന്നെ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള പുട്ട് ഇവിടെ റെഡിയായി. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ തേങ്ങേൻ്റെ അളവ് കൂട്ടിക്കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മൾ ആ ഒരു മാവ് കുഴക്കുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് പശു നെയ്യും കൂടിയും ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ വളരെ ഹെൽത്തി ആയിരിക്കും. പശു നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ചേർത്ത് കൊടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കി നോക്കാൻ മറക്കല്ലേ. താങ്ക്